നിങ്ങളുടെ നേതാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് പറഞ്ഞത്. നിങ്ങളുടെ നേതാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഒരു പുരുഷൻ അവൻ ഇഷ്ടമുള്ള സ്ത്രീയെ വിവാഹം ചെയ്തു, ഇഷ്ടമുള്ള കാലം ഒന്നിച്ചു ജീവിച്ചു, രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ വന്നാൽ പിരിഞ്ഞു, പിന്നെയും വേറെ ഒരു ഇണയെ കണ്ടെത്തി ഒന്നിച്ചു ജീവിച്ച് അവർക്ക് ഇഷ്ടമില്ലാതെ വന്നാൽ പിരിയുന്ന രൂപത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് ജീവിതം നയിക്കാൻ സാധിക്കണം. അതാണ് ആധുനിക ജനാധിപത്യവും അതിന്റെ ഉയർന്ന രൂപമായ സോഷ്യലിസവും ആഗ്രഹിക്കുന്നത് എന്ന് മിസ്റ്റർ ശങ്കരൻ നമ്പൂതിരിപ്പാടാ പറഞ്ഞത്. അവസാനിച്ചില്ല. ഒരു ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പുരുഷന്റെ മാത്രം ഉപഭോഗ വസ്തുവായി ഒരു സ്ത്രീ മാറുന്നതിനെ, ആസ്വാദന വസ്തുവായ സ്ത്രീ മാറുന്നതിനെ ആധുനിക ജനാധിപത്യവും അതിന്റെ ഉയർന്ന രൂപമായ സോഷ്യലിസവും അംഗീകരിക്കുന്നില്ല. ഇതും EMSന്റെ ഭാഷയാണ്. ആസ്വാദന വസ്തുവായ സ്ത്രീ അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? അന്യന്റെ ഭാര്യ എനിക്ക് ആസ്വാദന വസ്തുവാകുമോ? അന്യന്റെ അമ്മ എന്റെ ആസ്വാദന വസ്തുവായി കാണാൻ നമുക്ക് പറ്റുമോ? EMS പറഞ്ഞത് ആസ്വാദന വസ്തുവായ സ്ത്രീ അവരുടെ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരേ ഒരു പുരുഷന്റെ ഉപഭോഗ വസ്തുവായി അധപ്പതിക്കുന്നതിനെ ആധുനിക ജനാധിപത്യവും അതിന്റെ ഉയർന്ന രൂപമായ സോഷ്യലിസവും അംഗീകരിക്കുന്നില്ല എന്നാണ് EMS കേരളക്കരയെ പഠിപ്പിച്ചത്. ഇവർ നൈതികതയുടെ ശത്രുവാണ്, ഇവർ മൂല്യങ്ങളുടെ ശത്രുവാണ്, ഇവർ പാരമ്പര്യങ്ങളുടെ ശത്രുവാണ്, ഇവരും മനുഷ്യത്വത്തിന്റെ ശത്രുവാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അവർ രക്ഷിക്കില്ല, നിങ്ങൾ തലചായ്ച്ച് കൊടുക്കരുത്. അവരുടെ ഭൂതകാല പാരമ്പര്യം അതാണ്. അവർ 917 ബോൾഷെവിക് വിപ്ലവം റഷ്യയിൽ നടക്കുമ്പോ സാർ ചക്രവർത്തിമാർക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാർ പോരാട്ടം നടത്തുമ്പോ ആ പോരാട്ടത്തിൽ അവിടുത്തെ മുസ്ലിം മതവിശ്വാസികളെ അണിനിരത്താൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാർ സഖാവ് സ്റ്റാലിനും ലെനിനും ബുഹാറയിലേക്ക് പോയിട്ടുണ്ട്, സമർഖന്ദിലേക്ക് പോയിട്ടുണ്ട്, തുർമുദയിലേക്ക് പോയിട്ടുണ്ട്. ഏതാണ് ബുഹാറ എന്ന് നിങ്ങൾക്കറിയുമോ? ഇമാം ബുഖാരിയുടെ ജന്മനാട്. തുർമുദ ഇമാം തുർമുദിയുടെ ജന്മനാട്. സമർഖന്ദ് ഇസ്ലാമിക സംസ്കാരം പൂത്തുലഞ്ഞ നഗരം. അവിടെ പോയിട്ട് ഈ സഖാക്കന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് വഖഫ് ബോർഡിൽ ഒരു മെമ്പർ തരാമെന്നല്ല, നിങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റിയിൽ ഒരു ചെയർമാൻ സ്ഥാനം തരാമെന്നല്ല. ഈ സഖാക്കന്മാർ പറഞ്ഞത് നിങ്ങളുടെ ഖലീഫ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വധിക്കപ്പെടുമ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രതി, വിശുദ്ധ ഖുർആനിന്റെ പ്രതി അദ്ദേഹത്തിന്റെ ചോര പുരണ്ട നിലയിൽ സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലെ മ്യൂസിയത്തിലുണ്ട്. നിങ്ങൾക്കത് മോചിപ്പിച്ചു തരാം. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ ഏടാണ് ആ സംഭവം. കൂഫക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചോര ആ മുസ്ഹഫിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം. ആ വൈകാരിക തലത്തിൽ സ്പർശിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. ആ വൈകാരിക തലത്തിൽ ഈ മുസ്ലിമിനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ ഉസ്മാനിന്റെ ചോര പുരണ്ട മുസ്ഹഫ് മോചിപ്പിച്ചു തരാം, നിങ്ങൾ ഞങ്ങളോടൊപ്പം അണിചേരണം. സോവിയറ്റ് യൂണിയനിലെ മുസ്ലിങ്ങൾ അവിടെ അണിചേർന്നു. ആ സാർ ചക്രവർത്തിമാർക്കെതിരായിട്ടുള്ള പോരാട്ടം ജയിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലെത്തി. അവരെന്ത് ചെയ്തു? ഉസ്മാനിന്റെ ചോര പുരണ്ട മുസ്ഹഫ് മോചിപ്പിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ ഈ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേറിയ ഉടനെ പരിശോധിച്ചത് വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളെ മുസ്ലിമിന്റെ ചോര കൊണ്ട് മായ്ച്ചു കളയാൻ സാധിക്കുമോ എന്നതാണ്. പള്ളികൾ തകർത്തെറിഞ്ഞു, മദ്രസകൾ മ്യൂസിയങ്ങളും ലൈബ്രറികളുമാക്കി മാറ്റി, മദ്യഷാപ്പുകളാക്കി മാറ്റി. എതിർത്ത മുസ്ലിങ്ങളെ സൈബീരിയൻ കാടുകളിലേക്ക് നാടുകടത്തി ഗ്യാസ് ചാമ്പറുകളിലിട്ട് ചുട്ടുകരിച്ചു. തീർന്നില്ല. പിന്നെയും ശേഷിച്ച മുസ്ലിങ്ങളെ അൽബേനിയയിലെ ഒരു വലിയ കോമ്പൗണ്ട് നിർമ്മിച്ചിട്ട് ആ കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറ്റിയിട്ട് ആ കോമ്പൗണ്ടിനകത്തേക്ക് പന്നികളെയും പട്ടികളെയും തെളിച്ചു കൊണ്ടുവിട്ടിട്ട് പട്ടികളോടും പന്നികളോടും ഒപ്പം നിരന്തരമായി സഹവസിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാർ. എന്തിനു? തൊട്ടാൽ 7 വട്ടം കഴുകുകയും ഒരിക്കൽ മണ്ണ് കൊണ്ടാകുകയും വേണമെന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ജീവി, 2 ജീവികൾ. ആ 2 ജീവികളോട് നിരന്തരമായി മുസ്ലിം സഹവസിക്കപ്പെടുമ്പോൾ ആ സഹവസിക്കുന്ന മുസൽമാന് തന്റെ ശരീരത്തിന്റെ വൃത്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയിൽ അവന്റെ മനഃശുദ്ധി കൂടി ചോർന്നു പോകാൻ, അവന്റെ മതം അവിടെ ഉപേക്ഷിക്കപ്പെടാൻ
പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാ, നിന്റെ മുന്നിൽ ലോകം വാചാലമായി വിളിച്ചു പറയുന്ന ഒരു സംഗതിയുണ്ട്. 70 ആണ്ടുകൾ അധികാരത്തിന്റെ തിണ്ണബലത്തിൽ മർദ്ദനങ്ങൾ കൊണ്ട്, ദണ്ഡനങ്ങൾ കൊണ്ട്, താടനങ്ങൾ കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട്, ബൗദ്ധികമായ ഇടപെടലുകൾ കൊണ്ട് നീ തകർക്കാൻ ശ്രമിച്ചതൊരു മതത്തെയാണെങ്കിൽ 70 ആണ്ടുകൾക്ക് ശേഷം ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്കയും നടപ്പിലാക്കാൻ ഗോർബച്ചേവ് മുന്നോട്ട് വന്നപ്പോ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന നിന്റെ സോവിയറ്റ് യൂണിയൻ ചിന്ന ഭിന്നമായി പാറപ്പുറത്ത് വീണ പളുങ്കുപാത്രം പോലെ തകർന്നു വീണപ്പോ ആ തകർന്നു വീണ പളുങ്കുപാത്രത്തിന്റെ ചീളുകളിൽ നിന്ന് ഉയർക്കൊണ്ടത് 6 ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, 6 മുസ്ലിം രാഷ്ട്രങ്ങൾ. ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അർമേനിയ തുടങ്ങിയിട്ടുള്ള 6ഓളം രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളായി ഉയർന്നു വന്നു സോവിയറ്റ് യൂണിയനിൽ. മതത്തെ നിങ്ങൾക്ക് ഇങ്ങനെ നിഗ്രഹിക്കാനാവില്ല, മർദ്ദനങ്ങൾ കൊണ്ടാവില്ല, താടനങ്ങൾ കൊണ്ടാവില്ല, പീഡനങ്ങൾ കൊണ്ടാവില്ല. മനുഷ്യന്റെ മനഃശക്തിയെ ചോർത്തിയെടുക്കാനുള്ള ശ്രമത്തിലൂടെയും സാധ്യമല്ല. മതം അവിടെ ആ മണ്ണിൽ അത് ആഴത്തിൽ വേരൂന്നിയ ഒരു ഫലവൃക്ഷം പോലെയാണ് മതം. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം യഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മു നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലുഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവിന്റെ വചനപ്രകാശത്തെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്കത് സാധ്യമല്ല. അല്ലാഹുവാണ് സത്യമായി, സത്യമതവുമായി, സന്മാർഗ ദർശനവുമായി അവന്റെ ദൂതനെ നിയോഗിച്ചത്. ഈ ദീൻ എല്ലാ ദീനുകളെയും അതിജയിക്കാൻ, ഈ മതം എല്ലാ മതങ്ങളെയും അതിജയിക്കാൻ, ഈ ദർശനം എല്ലാ ദർശനങ്ങളെയും അതിജയിക്കാൻ. ആ ദർശനത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അത് സോവിയറ്റ് യൂണിയൻ നൽകിയ പാഠം. ആ സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യം അത് പശ്ചിമ ബംഗാളിൽ പ്രാവർത്തികമാക്കി കമ്മ്യൂണിസ്റ്റുകാർ. 30 കൊല്ലം അവർ അധികാരത്തിൽ വന്നു. ആ 30 കൊല്ലം അവർ ഭരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 30 കൊല്ലം അവർ ഭരണത്തിലേക്ക് വരുമ്പോ സിദ്ധാർത്ഥ ശങ്കറെ എന്ന കോൺഗ്രസുകാരന്റെ കൈകളിൽ നിന്നാണ് 1970-കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അന്ന്